പ്രതിയായിട്ടും കൂസലില്ലാതെ നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ കുറ്റബോധമില്ലാതെ പ്രതി പോലീസിനോട് വിവരിച്ചു. ജാമ്യത്തിലിറങ്ങിയ ശേഷം 5 പേരെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായി ചെന്താമരയുടെ മൊഴി. ചെന്താമരയെ നിലവിൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയെയും മകളെയും പോലീസ് ഉദ്യോഗസ്ഥനായ മരുമകനെയും കൊല്ലാനായിരുന്നു പദ്ധതി. ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന പരിശോധനയ്ക്കൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. തെരച്ചിൽ അവസാനിപ്പിച്ചുവെന്ന പ്രതീതി സൃഷ്ടിച്ച ശേഷം സ്ഥലത്തുനിന്ന് മടങ്ങുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. തിരച്ചിൽ അവസാനിപ്പിച്ച് എല്ലാവരും മടങ്ങിയെന്ന് കരുതി വനത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പ്രതി തയ്യാറായപ്പോൾ അറസ്റ്റിലാവുകയായിരുന്നു. തിരച്ചിൽ അവസാനിപ്പിച്ചെന്ന് നാട്ടുകാരോട് പറഞ്ഞെങ്കിലും 2 പോലീസുകാർ വീതമുള്ള സംഘം വിവിധ സ്ഥലങ്ങളിൽ വിന്യസിച്ചിരുന്നു. അറസ്റ്റിലായ പ്രതിയെ നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. നാട്ടുകാർ സ്റ്റേഷൻ പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. ഒരു ഭാവവ്യത്യാസവുമില്ലാതെയാണ് പ്രതി സ്റ്റേഷനിൽ നിന്നത്. പ്രകോപിതരായ നാട്ടുകാരെ പിരിച്ചുവിടാൻ ലാത്തി വീശിയ ശേഷം പോലീസ് സ്റ്റേഷൻ ഗേറ്റ് പൂട്ടുകയും ചെയ്തു. നെന്മാറ പോത്തുണ്ടി ബൊയൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് പ്രതിയായ ചെന്താമര ക്രൂരമായി കൊന്നത്. വ്യക്തിവൈരാഗ്യമായിരുന്നു കാരണം. 5 വർഷം മുൻപ് സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര വീട്ടിൽ കയറി കഴുത്തറത്ത് കൊന്നിരുന്നു. അന്ന് പോലീസ് നായ മണം പിടിച്ച് ചെന്താമരയുടെ ബന്ധുവായ പരമേശ്വരന്റെ വീട്ടിലാണെത്തിയത്. പരമേശ്വരന്റെ ഭാര്യയെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്ന പ്രതി അവിടെ എത്തുകയും കാണാത്തതിനെ തുടർന്ന് തിരികെ പോവുകയുമായിരുന്നു. ഈ കേസിൽ 3 മാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. ചെന്താമരയ്ക്ക് മാനസികമായ ഒരു പ്രശ്നവുമില്ലെന്ന് നാട്ടുകാരും ബന്ധുക്കളും വ്യക്തമാക്കുന്നു. കൊലപാതകങ്ങളെല്ലാം വളരെ ആസൂത്രണത്തോടെ ചെയ്യുന്നതാണ്. ഇന്നലെ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ ശേഷം അയൽവാസിയായ മറ്റൊരു സ്ത്രീയെയും ചെന്താമര ലക്ഷ്യം വെച്ചിരുന്നതായും അവർ വീട്ടിലില്ലാതിരുന്നതിനാൽ രക്ഷപ്പെടുകയുമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. മണം പിടിച്ച പോലീസ് നായ 200 മീറ്റർ അകലെയുള്ള ചെന്താമരയുടെ തറവാട്ടിലേക്കാണ് പോയത്. പ്രതി സമീപത്തെ മലയിലുണ്ടാകുമെന്ന സൂചനയെ തുടർന്ന് ഇന്നലെ വൈകിട്ട് 5 മണിവരെ ഡ്രോൺ പരിശോധന നടത്തിയിരുന്നു. തുടർന്നാണ് പ്രതിയുടെ സഹോദരനെയും കൊണ്ട് പോലീസ് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലേക്ക് പോയത്. പക്ഷേ പിടികൂടാൻ കഴിഞ്ഞില്ല. ലോറി ഡ്രൈവറായിരുന്നു ചെന്താമര. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യയും മകളും വർഷങ്ങളായി ഇയാളിൽ നിന്ന് അകന്നു കഴിയുകയാണ്. ഭാര്യയും മകളും അകലാനുള്ള കാരണം അയൽവാസിയായ നീളൻ മുടിയുള്ള സ്ത്രീയാണെന്ന് ചെന്താമരയോട് ജോത്സ്യൻ പറഞ്ഞിരുന്നു. അത് സുധാകരന്റെ ഭാര്യ സജിതയാണെന്ന് ധരിച്ചാണ് 2019 അവരെ വകവരുത്തിയത്. അതേസമയം നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയെ നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ശേഷം ഗേറ്റ് പൂട്ടി പോലീസ്. പ്രതിയെ പുറത്തിറക്കി വിടണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ വലിയ സംഘർഷം സ്റ്റേഷന് മുന്നിൽ തീർത്തു. ഗേറ്റ് തകർത്തും സ്റ്റേഷനകത്തേക്ക് കയറാൻ ജനം ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി. പെപ്പർ സ്പ്രേയും പോലീസ് പ്രയോഗിച്ചു. പോലീസിന്റെ വാഹനം ജനങ്ങളും തടഞ്ഞു. സ്റ്റേഷനിലെത്തുന്നതിനിടെ ചെന്താമരയെ നാട്ടുകാർ ആക്രമിക്കാനും ശ്രമിച്ചു. 35 മണിക്കൂറോളം പോത്തുണ്ടി മലയിലാണ് ഇയാൾ ഒളിച്ചിരുന്നത്. വിശപ്പ് കാരണം പുറത്തിറങ്ങി വന്നപ്പോഴാണ് പിടിയിലായത്. 2019 കൊലയ്ക്ക് ശേഷം ആഹാരം കഴിക്കാൻ ഇറങ്ങി വരവെയാണ് ഇയാൾ അറസ്റ്റിലായത്. വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ആളാണ് പ്രതിയെന്നും അതിനാൽ അയാൾ വീട്ടിലേക്ക് എത്തുമെന്നും പോലീസിന് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അതേസമയം നെന്മാറ ഇരട്ട കൊലപാതകം തടയുന്നതിൽ വീഴ്ച സംഭവിച്ചെന്ന പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഉത്തരമേഖല ഐജിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നെന്മാറ SHO മഹേന്ദ്ര സിംഹനെ സസ്പെൻഡ് ചെയ്തു. പ്രതി ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും കോടതി അറിയിക്കാത്തതിന്റെ പേരിലാണ് നടപടി. നെന്മാറ പഞ്ചായത്തിലോ പോലീസ് സ്റ്റേഷൻ പരിധിയിലോ പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ഇത് ലംഘിച്ചാണ് ഇവിടെ താമസിച്ചത്. ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് SHO വിശദീകരിച്ചത്. സുധാകരനും മകളും പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതും ഗുരുതര വീഴ്ചയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.